നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യത പട്ടിക സംബന്ധിച്ച് കോഴിക്കോട്ട് കോൺഗ്രസിൽ തർക്കം രൂക്ഷമാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന 4 സീറ്റുകളിലും സ്ഥാനാർത്ഥികളായി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയെ ചൊല്ലിയാണ് പുതിയ തർക്കം. ഉടലെടുത്തിട്ടുള്ളത് സ്ഥാനാർത്ഥി മോഹികളാണ് പ്രചാരണത്തിന് പിന്നിലെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നൽകുന്ന മറുപടി. വിവരങ്ങൾ ശ്യാമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാമ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 27-ാം തീയതിയാണ് കോൺഗ്രസിൻ്റെ ആദ്യ യോഗം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേരാനിരിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഒന്ന്, കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ. ചില സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് സീറ്റുകൾ ആവശ്യപ്പെടുന്നു, മറ്റു ചില ചെറുകക്ഷികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ UDF ആകെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗൗതം, രാഗി, ഗുഡ് മോർണിംഗ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വയനാട് ലക്ഷ്യ ക്യാമ്പ് 2026 തന്നെ അച്ചടക്കവും ഒത്തൊരുമയെന്ന് പറഞ്ഞ വാക്യത്തോടു കൂടിയായിരുന്നു മുന്നിട്ട് പിന്നീട് നടപടിക്രമങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങുന്നൊരു സാഹചര്യം ഇപ്പോൾ കേരളം കാണുന്നത്. എന്നാൽ കോഴിക്കോട് കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി സാധ്യത നിർണയ സാധ്യതാ പട്ടികയെ ചൊല്ലിയുള്ള തർക്കമാണ്. അതായത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് മുമ്പ് തന്നെ സാധ്യതാ പട്ടികയെ ചൊല്ലിയുള്ള തർക്കമാണ് ഉടലെടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന 4 സീറ്റുകളിലാണ് ഈ തർക്കം പ്രധാനമായി ഉടലെടുത്തിരിക്കുന്നത്. ഒന്ന് നാദാപുരവും കൊയിലാണ്ടിയും, ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളായ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായ കോഴിക്കോട് നോർത്തും അടങ്ങുന്ന ഈ 4 മണ്ഡലങ്ങളിലേക്കാണ് പ്രധാനപ്പെട്ട ഒരു മത്സരം. അതായത് നാദാപുരത്ത് മുൻ NSUവിൻ്റെ നേതാവ് കൂടിയായ KM അഭിജിത്ത്, ഒപ്പം തന്നെ കുറ്റ്യാടിയിലേക്ക് വരികയാണെങ്കിൽ കൊയിലാണ്ടിയിലേക്ക് വരികയാണെങ്കിൽ DCC അധ്യക്ഷൻ കൂടിയായ പ്രവീൺ കുമാർ, ഒപ്പം മറ്റ് മണ്ഡലങ്ങളിലേക്ക് KSU ജില്ലാ സെക്രട്ടറി കൂടിയായ TV സൂരജും, കോഴിക്കോട് നോർത്തിലേക്ക് മത്സരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് എന്നീ സാധ്യതാ പട്ടികകൾ എന്നിവരുടെ പേരുകൾ ഉയർന്നു വരുന്നതിലാണ് പാർട്ടിക്കുള്ളിൽ കടുത്തൊരു അതൃപ്തിയുള്ളത്. ഇവർ സ്വന്തം നിലയ്ക്കും ഒപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും സ്വന്തം നിലയ്ക്ക് പരസ്യ പ്രചാരണം നടത്തുന്നുവെന്നാണ് ഒരു വിഭാഗം ആരോപിക്കപ്പെടുന്നത്. ഇതിന് തെളിവായിട്ട് ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണ വീഡിയോകളെല്ലാം തന്നെ ഇവർ പുറത്തുവിടുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടുതലായും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇത് പാർട്ടിക്ക് തന്നെ കടുത്ത അവമതിപ്പുണ്ടാക്കും, അല്ലെങ്കിൽ ഒരു കടുത്ത അതൃപ്തിക്കിടയാക്കുമെന്ന് തന്നെയാണ് ഇത് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത് ഒരു വിഭാഗം നേതാക്കൾ. അതിനാൽ തന്നെ ഈ നേതാക്കളുടെ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് മുതിർന്ന നേതാക്കളോടക്കം തന്നെ ഈ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിലെ മത്സരിക്കുന്ന ബേപ്പൂർ സീറ്റിനെ ചൊല്ലിയും ഇപ്പോൾ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. പ്രധാനമായും ബേപ്പൂർ സീറ്റിലേക്ക് PV അൻവർ മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റിലേക്കും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്ക് കണ്ണുണ്ട്. പ്രധാനമായും മുൻ DCC അധ്യക്ഷൻ കൂടിയായ KC അബുവിൻ്റെ മകൾ, ഇപ്പോഴത്തെ കൗൺസിലറുമായ KC ശോഭിത, ഒപ്പം തന്നെ KPCC അംഗം കൂടിയായ ആദം മുൾസി എന്നിവരുടെ പേരുകളാണ് ഈ ഒരു മണ്ഡലത്തിലേക്ക് കൂടുതൽ സജീവമായി പരിഗണനയുമുള്ളത്. ഇവരെ ചുറ്റിപ്പറ്റിയും ചില ചർച്ചകളെല്ലാം തന്നെ സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം, നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കൾ, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടപ്പോഴേക്കും ഇവർ ഉന്നയിക്കുന്ന ഒരു വാദം നമുക്ക് മുന്നിൽ വെക്കുന്നത്, ഞങ്ങൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല, സ്ഥാനാർത്ഥി നിർണയ പട്ടിക തീരുമാനിക്കേണ്ടത് KPCC കോർ കമ്മിറ്റിയാണ്, അവർക്ക് ഞങ്ങൾ കൈമാറുമെന്നാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയ പട്ടികയെ ചൊല്ലി തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ കോഴിക്കോട് കോൺഗ്രസിൽ വിവാദം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഗൗതം, രാഖി. എന്തായാലും അല്ലെ, ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനുള്ളിൽ പോര് തുടങ്ങാൻ അതിന് ഇന്ന കാരണമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പ് കൂടി എടുത്തിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അല്ലെ, എല്ലാ സീറ്റും ഇനി പ്രശ്നങ്ങളാണ്. കാലം കഴിഞ്ഞാൽ പോലും അവർക്ക് കസേരയിൽ ഇരുന്ന് തന്നെ അങ്ങ് മരിക്കണം. ഒരു ഗ്രൂപ്പാണ്. ഒരു സമയത്ത് AI ഗ്രൂപ്പുകളായിരുന്നു, ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും. ഇപ്പം അത് മാറി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് KC നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ്, VD സതീശൻ്റെ ഗ്രൂപ്പ്, പഴയ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന I ഗ്രൂപ്പ്. അങ്ങനെ എന്താ പറയുന്നത്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. അതെ അതെ അതെ, അത് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പറയാറുണ്ട്, ഞങ്ങളൊരു ആൾക്കൂട്ടം മാത്രമാണ്. അതായത് പ്രത്യേകിച്ച് ആദർശങ്ങളൊന്നുമില്ല, ഇതൊരു ആൾക്കൂട്ടമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് സഹജമാണ് ഗ്രൂപ്പിസം. അത് തന്നെയാണ് ഈ പാർട്ടിയുടെ പതനത്തിന്റെ കാരണവും അല്ലേ? അതെ അതെ അതെ, കാലത്ത് രാജ്യം ഭരിച്ച പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതെ അതെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.